ഹലോ. അപ്പോൾ നമ്മൾ വിഷുക്കണിയൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മൾ തലേ ദിവസത്തിൻ്റെ ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. കാലത്ത് അമ്മ എണീറ്റിട്ട് വിളക്കൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും വിളിച്ചു. പക്ഷേ ആ നേരത്തെ ഞാൻ ഉണ്ണിക്ക് പാൽ കൊടുക്കണ കാര്യം ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അമ്മ പിന്നെ അമ്പലത്തിലൊക്കെ പോയി കൈനീട്ടൊക്കെ വാങ്ങി വന്നു കേട്ടോ. അപ്പം ഞാൻ എണീറ്റിട്ട് വന്ന് തൊഴുതു, കണ്ണ് പൊത്തിയിട്ട് അങ്ങനെ ഒരു ഇതിലിങ്ങോട്ട് വന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ വന്ന് കണ്ട് തൊഴുതു പോയി. എന്നിട്ട് പിള്ളേരെ ഞാൻ ഓരോരുത്തരെ എണിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ. കണി കാണിച്ചു കൊടുത്തു. മുൻപൊക്കെ ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് കണി കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചു. എണീറ്റ പാടെ തന്നെ നേരെ വന്ന് കണ്ടു. അതിനുശേഷം പിള്ളേരെ അതേപോലെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ. എന്നതിന് ശേഷം അവർ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. അതിനുശേഷം ഞാൻ വേഗം പോയി കുളിച്ചു. നമ്മൾ പുതിയ മാക്സിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞായറാഴ്ചക്കാരൻ്റെയൊക്കെ നടത്തുന്ന നൈറ്റിയാണ് കേട്ടോ. ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയി കാണിക്കേണ്ടത്. ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത് അടിയിലേക്കാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പിള്ളേരനൊക്കെ സെറ്റാക്കിയത് അയച്ചപ്പേട്ട അമ്പലത്തേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. ഞങ്ങൾ അമ്പലത്തേക്ക് പോകണം വിചാരിച്ചു, പിന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതാ പിള്ളേരെ നമ്മളെ ഫോട്ടോഷൂട്ടിന് കണ്ടില്ലേ, ആ ഒരു ഡ്രസ്സ് തന്നെയാണ്. അത് നമ്മളെ വിഷുവിന് കൂടിയിട്ട് എടുത്തതാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അതാ ഒരുവിധം പണികളൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കും വിനിതയ്ക്കും. പിന്നെ എന്താ നമ്മളുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ വക പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വലിയൊരു ടാസ്ക് ഇതാണ്, കണ്ട പാത്രം മുഴുവൻ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അടുക്കളയിൽ ഒതുക്കിയിട്ട് നമ്മൾ തിരുമ്പി വെച്ചതൊക്കെ വേഗം കൊടുന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പോണതിൻ്റെ മുന്നേ ഇതൊക്കെ മടക്കി വെച്ച് പോകാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് പണിയാവും. പിന്നെ അത് നമ്മൾ ഊണ് കഴിക്കായിരുന്നു. അവിയൽ, സാമ്പാർ, നമ്മളുടെ കാബേജ് ഉപ്പേരി, മത്തലശ്ശേരി, പിന്നെ മാങ്ങാക്കറി ഇട്ട. ഇത് ആദ്യമായിട്ടല്ല, വിഷുവിന് അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പായസം പപ്പടം എല്ലാം കൂട്ടി സദ്യയും കഴിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണണ്ട ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ബൈ.